അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് ആദ്യ ഭാഗം. ഇതാണ് ചിങ്ങക്കൂറ്. സാമ്പത്തിക സ്ഥിരത ഇവർക്ക് ഉണ്ടാകും ഈ സമയത്ത്. അറിവിനും സംസാരശേഷിയും ഒക്കെ കുറച്ചുകൂടെ കൂടും. അതുകൊണ്ട് മാനേജ്മെൻറ്റിൽ നിന്നും ഒക്കെയുള്ള അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാകും. അധ്യാപനം, അതുപോലെ പരിശീലനം, മാനേജ്മെൻറ്റ്, നിയമം, പൊതു വർക്ക്, പൊതു പ്രവർത്തനം, ഇങ്ങനെയുള്ള ഇവയിലൊക്കെ വ്യാപരിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂലമായിട്ടുള്ളതാണ്. ലഗ്നത്തിലെ ശുക്രനാണ്. അത് വ്യക്തിത്വത്തിൻ്റെ ഒരു അംഗീകാരവും ആകർഷണവും ജനപ്രീതിയും ഒക്കെ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെ കേതു ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ടതില്ല. അത് കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയേക്കാം. നമുക്ക് തന്നെ നമ്മുടെ പ്രവൃത്തിയോടൊരു തൃപ്തി പോരായിക ഒക്കെയാണ് ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത്. ചിലപ്പോൾ ചില ശത്രുതകളും ഇതുമൂലമുണ്ടായെന്നിരിക്കാം. കുജൻ 11ാം ഭാവത്തിൽ എത്തുമ്പോൾ ബിസിനസ് ബന്ധങ്ങൾ, അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ കുറച്ചുകൂടെ ശക്തിമത്താകും. പുതിയ കരാറുകളും ബന്ധങ്ങളും അതുപോലെ സഹായങ്ങളും ഒക്കെ അവരിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5-ാം തീയതി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 5-ാം തീയതി കഴിഞ്ഞാൽ വിദേശബന്ധമുള്ള ജോലികളോ വിദേശവുമായിട്ടുള്ള ബന്ധങ്ങളിൽ പെട്ട ജോലികൾ, അതുപോലെ വിദേശത്തുള്ള ജോലി, ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഓൺലൈൻ പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ ചില പുരോഗതികളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ട് പൊതുവേ അനുകൂലം തന്നെയാണ്. ശക്തമായിട്ടുള്ള ധനസ്ഥിതി ഉണ്ടാകും. ശമ്പള വർധനയോ കമ്മീഷൻ മുതലായിട്ടുള്ളവ കിട്ടുക, മുൻപ് കടം കൊടുത്തിരുന്ന കുടിശ്ശിക മുതലായിട്ടുള്ള തിരിച്ചു കിട്ടുക, ഇതൊക്കെയും ഉണ്ടാകും. എന്നാൽ ആഡംബരത്തിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള അമിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവേ ആരോഗ്യം അനുകൂലം തന്നെയാണ്. മറ്റു രോഗങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല. കുടുംബത്തിൽ നമ്മുടെ അഭിപ്രായം സ്വീകരിക്കപ്പെടും. മക്കളുടെ നേട്ടങ്ങളിലൊക്കെയുള്ള സന്തോഷം പങ്കിടാൻ കുടുംബാംഗങ്ങളുണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ടും നല്ല സഹകരണത്തിൽ വർത്തിക്കാൻ സാധിക്കും. ഇവർക്ക് പരിഹാരമായി ആദിത്യനെ ഭജിക്കുക, ആദിത്യ ഹൃദയമന്ത്രം പാരായണം ചെയ്യുക, മഹാലക്ഷ്മിയെ ഭജിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും താമരമാല സമർപ്പിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതിന് നല്ലതാണ്.